രാവിലെ തന്നെ എണീച്ചിട്ട് സൺറൈസ് കാണാൻ പോവാണ് നമ്മൾ. ചെന്നൈയിൽ വന്നിട്ട് എപ്പോഴും അലാറം വെച്ചിട്ട് ഫ്ലോപ്പ് ആവലാണ്. അപ്പം ഇപ്രാവശ്യം കാണാൻ പറ്റുമോ എന്നുള്ളത് നോക്കാം നമുക്ക്. അതെ, ചെന്നൈയിൽ വന്നിട്ട് ഇത്ര കൊല്ലായി കഴിഞ്ഞാലും സൺറൈസ് കാണാൻ പോകണം എന്നുള്ളത് എപ്പോഴും വിചാരിക്കുന്നതാണ്, പക്ഷെ നടക്കാം. ദിസ് ടൈം പക്ഷെ മഹാബലിപുരം പോയതിനെ കൊണ്ട് എല്ലാവരും കൂടി ഒരുമിച്ച് പോകാനുള്ള പ്ലാൻ. ചെന്നൈയിലാണ് കാറിന്റെ മേലെ ഇങ്ങനെ മഞ്ഞ് പോലെ കാണുന്നതെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമല്ലേ? 2 മാസം മുന്നേ ഉണ്ടായ വീഡിയോ കേട്ടോ ഇത്. ഇപ്പോഴത്തെ അവസ്ഥയൊക്കെ മാറിയിട്ടുണ്ട്. ഞാനും മാമനാണ് ഫസ്റ്റ് ഇറങ്ങിയത്. അഥവാ സൺറൈസ് ഇട്ട് പെട്ടെന്ന് കഴിഞ്ഞു പോയല്ലോ വിചാരിച്ചു. ചെന്നൈയിൽ നിങ്ങൾ ഇങ്ങനെ ഏത് ബീച്ച് റിസോർട്ടും അല്ലെങ്കിൽ സ്റ്റേയിൽ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു എൻട്രി ഉണ്ടാവും ബീച്ചിലേക്ക്. ഒരുവിധം എല്ലാ സ്റ്റേയിലും ഇങ്ങനെ ബീച്ചിലേക്ക് പോകാനുള്ള ഒരു എൻട്രി ഉണ്ടാവും. ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ എല്ലാവരും, ബിക്കോസ് കാണാൻ പറ്റുമോ എന്താ അവസ്ഥ നോക്കി. ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് സൺറൈസ് കാണാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ട് നീക്കുന്നത്. രാത്രി കിടക്കുമ്പോൾ ഞാനും വിഷും എപ്പോഴും ഡയലോഗ് അടിച്ചിട്ടാണ് കിടക്കാറ്. പക്ഷെ രാവിലെ നീക്കേണ്ട സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ കഥകൾ മാറാം. അങ്ങനെ സണ്ണ് മെല്ലെ പൊന്തി വരുന്നുണ്ടായിരുന്നു. ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ ഫീലിംഗ് ആട്ടോ ആ ഒരു സൺറൈസ് മൊമെന്റ് കാണാന്ന് പറയുന്നത്. നാട്ടിലാണ് സൺസെറ്റ് കാണാൻ പറ്റുന്നതും ഇവിടെയാണ് സൺറൈസ് കാണാൻ പറ്റും. ഇതൊക്കെ ഞാൻ ഇവിടെ തന്നെ കേട്ടോ. കുറെ കാലത്തിന് ശേഷമാണ് ഞാൻ കടലിൽ ഇറങ്ങിയിട്ട് നനയുന്നതും എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ എപ്പോഴും വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ എന്തുകൊണ്ടും ഭയങ്കര ലക്കിയാണ് ഇങ്ങനത്തെ ഒരു ഫാമിലിയിൽ ജനിച്ചു വീണതിനെ കൊണ്ട്. മേ ബി ഞാൻ മാത്രമല്ല കേട്ടോ, എൻ്റെ എല്ലാ കസിൻസും ഇത് തന്നെ ആയിരിക്കും വിചാരിക്കുന്നത് എനിക്ക് തോന്നുന്നു. അതിപ്പോൾ അവരുടെ പാരൻസ് ആയാലോ അല്ലെ എൻ്റെ പാരൻസ് ആയാലോ എല്ലാവരും അടിപൊളി വൈബാണ്. അതിലെന്താ ഇപ്പം സ്പെഷ്യാലിറ്റി ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഫണ്ണാണ്. ഞങ്ങൾ വീട്ടിലത്തെ എൽഡേഴ്സിൻ്റെ കൂടെ പുറത്തു പോകാൻ വേണ്ടിയിട്ടായാലും അല്ലെങ്കിൽ അവരെ സൊറ പറഞ്ഞത് കേൾക്കാൻ വേണ്ടിയിട്ട് അവരുടെ കോമഡീസും കോൺവെർസേഷനും തന്നെ കേട്ടിരിക്കാൻ തന്നെ പ്രത്യേക രസം. ഇൻക്ലൂഡിങ് എൻ്റെ അമ്മച്ചൻ അമ്മമ്മ വരെ അങ്ങനെ തന്നെയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. വയസ്സ് കൂടുന്തോറുമാണ് എനിക്ക് മനസ്സിലാകുന്നത് അതൊക്കെ ഒരു ഭാഗ്യം തന്നെയാണ്, എല്ലാവർക്കും കിട്ടുന്ന കാര്യങ്ങളല്ല ഇതൊന്നും എന്നുള്ളത്. ബാക്കി വിശേഷങ്ങൾക്ക് ഫോളോ ചെയ്യാൻ മറക്കണ്ട. ദിസ് ഇസ് 10% നവിത സൈനിങ് ഓഫ്.